ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നമുക്കുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ എല്ലാ ആഴ്ച ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ വീഡിയോയും. സോ നമുക്ക് ഫസ്റ്റ് മുതൽ നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം പറയാം. നമ്മൾ ഈ ആഴ്ച മുതൽ 4 കറൻസി ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. സോ 4 കറൻസി അല്ല, 4 അസറ്റ് ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. 2 കറൻസിയും, ഒരു കമോഡിറ്റിയും, ഒരു ബിറ്റ് കോയിനും, സോ ഒരു ക്രിപ്റ്റോയും അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചുരുക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഫ്യൂച്ചേഴ്സിലുള്ള നാസ്ഡാക്ക് ആണ്. പിന്നെ ഉള്ളത് US ഓയിലാണ്, ക്രൂഡ് ഓയിലിൽ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് GBP തുടങ്ങാം. സോ GBPയിൽ അപ് ട്രെൻഡ് ആണ്. സോ GBP 1 അവർ ക്യാൻഡിലാട്ടോ നോക്കുന്നത്. അപ് ട്രെൻഡ് ആണ്, നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്കോ സ്ട്രക്ചർ, നല്ലൊരു സ്ട്രോങ് ബ്രേക്കോ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രോങ് ബ്രേക്കോ സ്ട്രക്ചർ തന്നത് ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കും കാര്യങ്ങളും നമുക്ക് കിട്ടി. മാർക്കറ്റ് ഇപ്പം എന്തിൽ തട്ടിയിട്ട് റിവേഴ്സ് ആയിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇവിടെ ഒരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നമുക്കിവിടെ ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഒരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ പോലും ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് എന്ത് ഈ ഒരു പ്രൈസിനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. മേ ബി ഈ പ്രൈസ് ഇടിഞ്ഞിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ഓർഡർ ബ്ലോക്കിലേക്ക് വരാം. അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച GBP USDയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കറൻ്റ്ലി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക, നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അടുത്തത് ഗോൾഡിൽ. ഗോൾഡ് നമ്മൾ സ്ഥിരം പറയണ പോലെ തന്നെ ഗോൾഡിൽ ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. ഗോൾഡ് 4 അവർ ഓർഡർ ബ്ലോക്കിലാണ്. 4 അവർ ഓർഡർ ബ്ലോക്കിലാണ്. നിങ്ങൾക്കൂടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, 4 അവർ ഓർഡർ ബ്ലോക്കിൽ വന്ന് മൾട്ടിപ്പിൾ ടൈംസ് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഗോൾഡ്. നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെല്ലിടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് തിങ്കളാഴ്ച. സോ ഇവിടെ കൺഫർമേഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, സെല്ലിടാൻ പോവാത്തത്. ഗോൾഡ് നമുക്കൊരു സെല്ല് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, സെല്ല് ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ പൊതുങ്ങി കഴിഞ്ഞാൽ, ഈ ഒരു ലെവൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇതിൻ്റെ ലോയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർജറ്റ് വെക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ഗോൾഡിലുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഗോൾഡിലുള്ളത്. അടുത്തത് USD JPY ആണ്. USD JPY കറന്റ് ഡൗൺ ട്രെൻഡ് ആണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. അടുത്ത ആഴ്ച നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നെ ഉള്ളൂ. അടിപൊളിയായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഇത്ര മാർക്ക് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ വരെ മാർക്ക് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു. ഇനി എന്തായാലും നമുക്കൊരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് എൻട്രി ഇട്ടിട്ട് ഈ ഒരു ലെവല് വരെ പ്രതീക്ഷിക്കാം. ഇനി ഇത് ബ്രേക്ക് ആയാലും സീനില്ല, ഇതിൻ്റെ മേലെ വലിയൊരു FEG ആണുള്ളത്. സോ FEGയിൽ തട്ടിയിട്ട് എന്തായാലും മാർക്കറ്റ് അടിയിലോട്ട് വരും. സോ ഈ FEG നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ തട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ തട്ടിയിട്ട് എന്തായാലും കൺഫർമേഷൻ ആയിട്ട് വരും. ഓക്കെ, 100% കൺഫേം ആണ് അതിൻ്റെ മേലെ തട്ടിയിട്ട് തിരിച്ചിറങ്ങാനുള്ളത്. അടുത്ത് BTC ആണ്. BTC ഇപ്പോൾ കറൻ്റ് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ഈ FEG തട്ടിയിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇറങ്ങി. സോ അത് 1 അവറിലുള്ള ഒരു FEG ആണ് അവിടെ. സോ 1 അവറിലുള്ളൊരു ഓർഡർ ബ്ലോക്കാണ്. ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഇറങ്ങി. സോ എന്തായാലും ഇതിൻ്റെ ഡൗൺ എന്തായാലും എടുക്കും. അത് ഇന്നലെ നാളെ എന്തായാലും ഷുവറായിട്ട് എടുക്കും. ഓക്കെ, സോ ബിറ്റ് കോയിനും എടുക്കും. ഇനി ഫ്യൂച്ചേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നാഷ്ടാക്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ബ്രേക്കോ സ്ട്രക്ചർ, അതേപോലെ തന്നെ നമുക്കുള്ള ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഓർഡർ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഓർഡർ ബ്ലോക്കിൻ്റെയും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിൻ്റെ മേലെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഏരിയ വെച്ചിട്ട് ഒരു ഡൗൺ സൈഡ് വെക്കാം നാഷ്ടാക്കിൽ കേട്ടോ. അതായത് US Tech 100 ക്യാഷ് എന്ന് പറയണ നാഷ്ടാക്കിൻ്റെ പ്രൊഡക്റ്റിൽ. പിന്നെ US ഓയിൽ, VTIൻ്റെ US ഓയിലാണ്, TDF ആണ്. ഓക്കെ, US ഓയിൽ മേ ബി മുകളിലോട്ട് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ഈ FEG ഫില്ലായിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൈ ഇട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മേലെ വെക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം. എന്നിട്ട് എന്താക്കാം, മാർക്കറ്റ് ഇതുവരെ വെയിറ്റ് ചെയ്യാം. ഇത് നല്ല ഓപ്പർച്യൂണിറ്റി ആണ്.
CDFലാണ് കേട്ടോ അത്, ക്രൂഡ് ഓയിൽ. ഞാൻ ക്രൂഡ് ഓയിൽ ചെയ്യാറില്ല, നോർമലി ഞാൻ ചെയ്യാറില്ല. സോ നമുക്ക് ഇവിടെ എന്താ ചെയ്യാം, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ ഈ ഒരു 4 കറൻസിയിൽ 4 അസറ്റിൽ നമുക്ക് കിട്ടും. സോ അടിപൊളി ട്രേഡ് ആയിരിക്കും, കിഡിലൻ ട്രേഡ് ആയിരിക്കും, കിഡിലോസ്കി ട്രേഡ് ആയിരിക്കും. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രേഡൊക്കെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കിയത്. സോ നമ്മൾ നാളെ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.